നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ടൂൾസ് നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനതിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. ഇതിൻ്റെ സ്ലൈഡ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക, പഠിക്കുക. അതുപോലെ തന്നെ നേരത്തെ വീഡിയോസ് അയച്ചതുണ്ടായിരുന്നു, അതുകൂടെ കേട്ട ശേഷം വീണ്ടും ഫർദറായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതിൽ കവർ ചെയ്യാത്ത ഏതെങ്കിലും ഐറ്റംസ് വരികയാണെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മളിനി നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? ഫണ്ടമെൻ്റൽ അനാലിസിസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്പർ 1, ലോങ് ടേം ട്രെൻഡ്സ് അല്ലേ. ഒരു ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അത് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കുള്ള ഒരു ട്രെൻഡ്, കമ്പനി എങ്ങനെ പോകും, ഇൻഡസ്ട്രി എങ്ങനെ പോകും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലെവൽ എങ്ങനെ പോകും എന്നൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ, ഒരു ലോങ് ടേം ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഏത് വഴി കഴിയുന്നു? ഫണ്ടമെൻ്റൽ അനാലിസിസ് വഴി കഴിയും. ഇതൊരു നേട്ടമാണ്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വാല്യൂ അല്ലേ. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ വാല്യൂ എന്താണ്, ഷെയറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഒരു റിയൽ വാല്യൂ, തിയറിറ്റിക്കൽ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഇതുവഴി പറ്റും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ബിസിനസ് ആൻഡ് എക്കണോമി അല്ലെ. ബിസിനസ്സിനെ കുറിച്ചും എക്കണോമിയെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. ആ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇൻഫോംഡ് ഡിസിഷൻ നമ്മൾ പറയും. നമ്മൾ വെറുതെ തീരുമാനം എടുത്തിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യല്ല, പകരം എന്ത് ചെയ്യുന്നു, വി ആർ collecting certain information data and we are processing it to generate certain information and relying to the information we are selecting one particular stock for investment. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മുടെ ഒരു റാഷണൽ ഡിസിഷൻ ആയിട്ട് അത് മാറും. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദി ഇൻഡസ്ട്രി പൊട്ടൻഷ്യൽ, നമ്മുടെ കമ്പനി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ അല്ലേ. ഇൻഡസ്ട്രിയുടെ സാധ്യതകൾ എന്താണ്, ഭാവി സാധ്യത എന്തൊക്കെയാണ്, ക്ലിയർ പൊട്ടൻഷ്യൽസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇതുവഴി കഴിയും. ദെൻ നോയിങ് ദി പൊട്ടൻഷ്യൽ ഓഫ് എ കമ്പനി, കമ്പനിയുടെ പൊട്ടൻഷ്യൽസിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാനും കഴിയും അല്ലേ. കമ്പനിയുടെ എബിലിറ്റി എന്താണ്, കോമ്പറ്റീറ്റീവ്നെസ് എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, ക്ലിയർ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വഴി കഴിയും. ദെൻ ഹെൽപ്സ് ഇൻ വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ കേസ്. അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല യോജിച്ചുള്ള ഒരു ടൂളാണ് എന്ത്, ഫണ്ടമെൻ്റൽ അനാലിസിസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം ആയിട്ടുള്ള വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അതുവഴി കഴിയും. ദെൻ ഹെൽപ്സ് ടു ബിൽഡ് പോർട്ട്ഫോളിയോ അസറ്റ്സ് അല്ലേ. ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ, കുറേ കമ്പനികളുടെ ഷെയർസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം കമ്പനികളിൽ എന്തുകൊണ്ട് അതിനെ നമ്മൾ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് സംശയം വരും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട്, ക്ലിയർ, വൈ വി ആർ സെലക്ടിങ് എ പർട്ടിക്കുലർ കമ്പനി ഇൻ അവർ പോർട്ട്ഫോളിയോ, സോ വാട്ട് ആർ ദ കമ്പനീസ് ഷെയർസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ എ പർട്ടിക്കുലർ പോർട്ട്ഫോളിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യാൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നു. ദെൻ ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ ഓഫ് ആൾട്ടർനേറ്റീവ് സെക്യൂരിറ്റീസ് അല്ലേ. നമുക്കൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ കുറേ ഷെയർസ് അവൈലബിൾ ആണ് എങ്കിൽ എന്തുകൊണ്ട് നമ്മളൊരു പർട്ടിക്കുലർ സെക്യൂരിറ്റിയെ സെലക്ട് ചെയ്യുന്നു? അപ്പോൾ കമ്പയർ ചെയ്യാൻ, ഒരു സെക്യൂരിറ്റിയെ മറ്റൊരു സെക്യൂരിറ്റിയായിട്ട് കമ്പയർ ചെയ്യാം അല്ലേ. ഇൻ്റർ ഫേം കമ്പാരിസൺ പോലെ ഇൻ്റർ സെക്യൂരിറ്റി കമ്പാരിസണൊക്കെ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ ഫണ്ടമെൻ്റൽ അനാലിസിസിലൂടെ നമുക്ക് കഴിയും. ദെൻ ഹെൽപ്സ് ഇൻ ടേക്കിംഗ് റാഷണൽ ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻ, ക്ലിയർ. ഇൻവെസ്റ്റ്മെൻറ്റിൽ, പ്രത്യേകിച്ച് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു അല്ലേ ബുദ്ധിപൂർവമായിട്ടുള്ളൊരു തീരുമാനം, ഒരു റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ, ലോജിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഇതുവഴി കഴിയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ക്ലിയർ. സോ ഇറ്റ് ഇസ് ഒന്നാമതോടെ പറയുന്നു, ഇറ്റ്സ് എ ഡിഫക്റ്റീവ് പ്രാക്ടീസ് അല്ലേ. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താ, ഒരു ഡിഫക്റ്റീവ് പ്രാക്ടീസ് ആണെന്ന് പറയും. എന്തുകൊണ്ട് അങ്ങനെ ഡിഫക്റ്റീവ് എന്ന് പറയാൻ കാരണം ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കറിയാം EIC മോഡലാണ് അല്ലേ. എന്താ EIC? എക്കണോമി, ഇൻഡസ്ട്രി, കമ്പനി അനാലിസിസ്. ഇങ്ങനെ 3 തരത്തിലുള്ള അനാലിസിസും ചെയ്തെടുത്തിട്ട് വേണം ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഡാറ്റ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴേക്കും സമയം എന്താവും, കുറേ സമയം എടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന അനാലിസിസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡാറ്റ അതിന് വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ്, ട്രെൻഡ്, അല്ലെങ്കിൽ അതുപോലെയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത അനാലിസിസ് ഒക്കെ എന്തായിട്ട് മാറും, വേസ്റ്റ്ഫുൾ ആയിട്ട് മാറും, ക്ലിയർ. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം, ക്ലിയർ. എക്കണോമി അനലൈസ് ചെയ്യണം, ഇൻഡസ്ട്രി അനലൈസ് ചെയ്യണം, കമ്പനി അനലൈസ് ചെയ്യണം, എന്നിട്ട് വേണം ഇൻട്രിൻസിക് വാല്യൂയിലേക്ക് എത്താൻ. ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എടുക്കുന്ന സമയം, ക്ലിയർ. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കോ കുറേ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും മാർക്കറ്റ് മാറിയിട്ടുണ്ടാവും, കമ്പനിയുടെ ട്രെൻഡ് മാറിയിട്ടുണ്ടാവും, ഷെയർ പ്രൈസസിൻ്റെ ട്രെൻഡ് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത് കൊണ്ട്, ക്ലിയർ, ഇത് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഇല്ല എന്നൊക്കെ ചില ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു ഡിഫക്റ്റീവ് പ്രാക്ടീസായിട്ട് പലപ്പോഴും പറയാറുണ്ട്. കാരണം എന്താ, ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് അനുസരിച്ചുള്ള ഇൻട്രിൻസിക് വാല്യൂ അനുസരിച്ചിട്ട് മാത്രമല്ല ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്, പകരമോ വേറെയും ഒട്ടനവധി ഘടകങ്ങൾ എന്തിനെ ആശ്രയിക്കുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസിനെ
സ്വാധീനിക്കുന്നുണ്ട്. ക്ലിയർ? എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഘടകങ്ങൾ? സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, അല്ലേ, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്സ്, അല്ലേ, അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ, ക്ലിയർ, ഇങ്ങനെ ഒട്ടനവധി ഫാക്ടേഴ്സ്, ക്ലിയർ, മാക്രോ ആയിട്ടുള്ള കുറേയധികം ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഘടകങ്ങൾ, നാഷണൽ ആയിട്ടുള്ള ഘടകങ്ങൾ, സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ, ഇതെല്ലാം കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ നിശ്ചയിക്കുന്ന ഘടകങ്ങളാണ്. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ? വി ആർ സ്ട്രിക്ട്ലി റിലേയിങ് ടു ദി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇൻ റെസ്പെക്ട് ഓഫ് കമ്പനി, ഇൻഡസ്ട്രി ഓർ എക്കണോമി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫക്റ്റീവ് പ്രാക്ടീസ് ആയിട്ട് പറയപ്പെടും. ദെൻ അൺസയൻറ്റിഫിക് പ്രോസസ്സ്, ഇതെന്തുകൂടെയാണ്? അൺസയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ക്ലിയർ? ഒരു ഷെയർ പ്രൈസസ് ഡിറ്റർമിൻ ചെയ്യുക, അണ്ടർ പ്രൈസ്ഡോ ഓവർ പ്രൈസ്ഡോ എന്ന് നിശ്ചയിക്കുന്നതിന് ഇതൊരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സായിട്ട് പറയപ്പെടുന്നു. നമ്മൾ എങ്ങനെയാണ് അതിനെ അണ്ടർ വാല്യൂഡ് അല്ലെങ്കിൽ അണ്ടർ പ്രൈസ് ഷെയർ അല്ലെങ്കിൽ ഓവർ പ്രൈസ് ഷെയർ എന്നായിട്ട് നിശ്ചയിക്കുക? ഇൻട്രിൻസിക് വാല്യൂവിനെ കറന്റ് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. ക്ലിയർ? പലപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രിൻസിക് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കില്ല മാർക്കറ്റിൽ വില വരിക. ക്ലിയർ? മാർക്കറ്റിൽ വില ചിലപ്പോൾ എന്ത് ചെയ്യും? ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കൂടുതലായിരിക്കും, മാർക്കറ്റിൽ എപ്പോഴും ഷെയറിൻ്റെ വില കുറഞ്ഞുകൊണ്ടേ വരുന്നുണ്ടാവും. ക്ലിയർ? വേറെ ചില ഫാക്ടേഴ്സ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇതൊരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ വി ആർ മേക്കിംഗ് സർട്ടൻ അസംഷൻ. ക്ലിയർ? എക്കണോമിയുടെ ഗ്രോത്ത് എങ്ങനെയാവാം, ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എങ്ങനെയാവാം, ക്ലിയർ, കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയാവാം, അങ്ങനെയൊക്കെ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലേ? നമ്മൾ നേരത്തെ ഇക്വിറ്റിയുടെ വാല്യുവേഷനൊക്കെ സമയത്ത് ഫോർമുല പഠിച്ചു, അല്ലേ? സോ P0 = D1/K(E-G). അല്ലേ? ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താ? ചില അസംഷനാണ്. ഗ്രോത്ത് എന്താണ്? അസംഷനാണ്. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്താ? അഗൈൻ അസംഷനാണ്. സോ ഇങ്ങനെയൊക്കെ കൊണ്ട് ഈ അസംഷൻസ് ഒക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ദീസ് ആർ ഓൾ അൺസയൻറ്റിഫിക് പ്രോസസ്. ദെൻ ടൈം കൺസ്യൂമിങ്, ഇത് ചെയ്തെടുക്കാൻ ഒട്ടനവധി സമയം വേണ്ടി വരും. ക്ലിയർ? ആൻഡ് ആൾസോ ഇറ്റ് റിക്വയർസ് സോ മച്ച് ഓഫ് കോസ്റ്റ്, കുറേയധികം എമൗണ്ടും ചിലവാകും. ദെൻ ഇൻഡസ്ട്രി സ്പെസിഫിക് ആൻഡ് കമ്പനി സ്പെസിഫിക്. ഈ അനാലിസിസ് മിക്കവാറും എന്താണ്? ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ്, കമ്പനി സ്പെസിഫിക് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ക്ലിയർ? ഒരു കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ നമുക്കത് പറ്റുള്ളൂ. വേറൊരു കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിലോ വീണ്ടും വേറൊരു അനാലിസിസ് ചെയ്യണം. വേറൊരു കമ്പനിയെ കുറിച്ച് ചെയ്യണമെങ്കിലോ വീണ്ടും വേറൊരു അനാലിസിസ് ചെയ്യണം. ക്ലിയർ? സോ ഇവിടെ ചെയ്യുന്ന ഫണ്ടമെന്റൽ അനാലിസിസ് ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് എ പർട്ടിക്കുലർ കമ്പനി ഓർ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. ക്ലിയർ? വേറൊരു ഇൻഡസ്ട്രിയോ വേറൊരു ക്ലാസ് ഓഫ് കമ്പനിയോ നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും വേറൊരു അനാലിസിസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയും. ദെൻ സബ്ജക്റ്റിവിറ്റി, ഇവിടെ അനലിസ്റ്റിൻ്റെ ബയാസ്, അല്ലേ, ബയാസ് ഓൺ ദ പാർട്ട് ഓഫ് അനലിസ്റ്റ്. അത് ഞാൻ നമ്മൾ എന്താ പറയുക? സബ്ജക്റ്റിവിറ്റി. ഇത് രണ്ടും വേറൊരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റീവ് ആണ് കുറച്ചുകൂടെ. എന്തുകൊണ്ട് സബ്ജക്റ്റീവ് ആണ്? കാരണം പലപ്പോഴും നമ്മൾ എടുക്കുന്ന അസംഷൻസ് ആണ്. അല്ലേ? നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെയാണെങ്കിൽ, മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഇതാണെങ്കിൽ, ഗ്രോത്ത് റേറ്റ് 8% കൂടിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള അസംഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ? അതുകൊണ്ട് ഇവിടെ പലപ്പോഴും എന്താണ്? ഒരാളുടെ അസ്യൂം ചെയ്യുന്നതായിരിക്കില്ല വേറൊരാൾ ചെയ്യുന്നത്. അല്ലേ? അയാളുടെ അസംഷൻ ഒന്നായിരിക്കും, വേറൊരാളുടെ അസംഷൻ ഒന്നായിരിക്കും. അതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റീവ് ആണ്, മിക്കവാറും എന്താണ്? സബ്ജക്റ്റീവ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽസ്, അല്ലേ, വാല്യുവേഷൻ മോഡൽ, ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് മോഡൽ എടുക്കുന്നു അതായിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾ എടുക്കുക. പിന്നെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സബ്ജക്റ്റിവിറ്റി വരുന്നു. ദെൻ അനലിസ്റ്റ് ബയാസ്, അല്ലേ? അനലിസ്റ്റുകൾക്ക് ചില കമ്പനികളോട് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബയാസ് ഉണ്ടാവും. അല്ലേ? അവർ നല്ല പോസിറ്റീവായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. വേറൊരു കമ്പനിയിലേക്ക് മോശമായിട്ടുള്ള ഒപ്പീനിയൻ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ എസ്റ്റിമേഷനൊക്കെ എന്താവും? മോശമായിട്ട് വരും. ക്ലിയർ? ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അനലിസ്റ്റ് ബയാസ് ഇതിനെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ.